അപ്പോൾ അതിലേറെ പേടി. അപ്പൊ ആരും കാണാണ്ട് ഒരു ചെറുനാരങ്ങ കയ്യിലൊന്ന് തന്ന് പറഞ്ഞില്ലേ, മണപ്പിച്ചോളൂ, ഛർദി വരില്ല. നോക്കുമ്പോൾ ഒരു ചിരി, ചെറിയൊരു പുഞ്ചിരി, അതും കൂടി എഴുതി വെച്ചാലാണ് ഉത്തരാവോളം കേട്ടോ. അപ്പോൾ ഈ ഛർദിക്കാൻ വരുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ ഭയങ്കര പേടിയായി. ഈ സമയത്താണ് കുറുപ്പ് എന്ത് ചെയ്തത്? കുറുപ്പിന്റെ കയ്യിൽ നിന്ന് ഒരു ചെറുനാരങ്ങ ഈ അമ്മാളുവിന്റെ കയ്യിലേക്ക് പിടിപ്പിക്കുന്നത്. എന്നിട്ട് പറയാണ്, മണപ്പിച്ചോളൂ, അത് മണത്തിയാൽ ഛർദി വരില്ല എന്ന് ഈ അമ്മാളുവിനോട് ഈ കുറുപ്പ് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ ചുണ്ടിക്കാരിൽ നിന്ന് ഒരു ചെറിയ ചിരിയാണ് കിട്ടിയത്. എങ്ങനെയുള്ള ചിരി? ഒരു ചെറിയ പുഞ്ചിരിയാണ് അപ്പോൾ കുറുപ്പിന്റെ മുഖത്ത് നമ്മൾ കാണുന്നത്. കുറുപ്പ് പതുക്കെ ഈ സമയത്ത് ചിരിക്കുകയാണ്. വല്ലാത്തൊരു ഓർമ്മ തന്നെ. അപ്പൊ കുറുപ്പ് ആ പഴയ ആ ഭൂതകാലത്തിലേക്കാണ് അവര് പോയത്. ആ ചിരി എന്നും ഞാൻ മറക്കില്ല. പേടിക്കേണ്ട ഒരാളല്ല, ഒരു ചങ്ങാതി തന്നെയാണെന്ന് തോന്നിയത് ആ ചെറിയ ചിരിച്ച നേരം തൊട്ടാണ്. അപ്പോൾ ആ ചിരി ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മറക്കില്ല. പേടിക്കേണ്ട ചുണ്ടിക്കാരനൊന്നുമല്ല, പേടിക്കേണ്ട ഒരാളല്ല, എൻ്റെ ചങ്ങാതി തന്നെയാണെന്ന് എനിക്ക് ആ ചിരിയിലൂടെയാണ് മനസ്സിലായത്. ആ ഒരു ചങ്ങാതി തന്നെയാണ് തോന്നിയത് ആ ചെറിയ ചിരിച്ച നേരം തൊട്ടാണ്. കുറുപ്പ് തുറന്ന് ചിരി ഇത് കേൾക്കുമ്പോൾ കുറുപ്പ് തുറന്നു ചിരിക്കുന്നു.